ഹായ് ഗൈസ്, ദ സൗണ്ട് ഓഫ് മാജിക് എന്ന ഡ്രാമയുടെ എപ്പിസോഡ് 4 പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സീനിൽ എൽഡിങ് യുനാനിയോട് സംസാരിക്കാൻ വരുമ്പോൾ ഇവൾ ഒഴിഞ്ഞു മാറുന്നു. എനിക്കിതിനെ പറ്റി അറിയില്ലായിരുന്നു, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ്. എന്നല്ലേ ആദ്യം തുടങ്ങി വെച്ചത്, നിനക്കത് ഇവിടെ വെച്ച് വിളിച്ചു പറയാമായിരുന്നില്ല എന്ന് ചോദിക്കുന്ന എൽഡിങ്ങിനോട്. നീ ക്യാഷ് തരുമ്പോൾ നീ എൻ്റെ ഇത് കണ്ട് മനസ്സിലാക്കി തരുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇത് തെറ്റാണ് എന്ന് പറയുന്ന യുനാനിയോട് എൽഡിങ് വീണ്ടും ഓരോന്ന് പറയുമ്പോൾ, ഞാൻ സാറിനോട് സത്യം പറഞ്ഞതാണ്, എന്നിട്ടിപ്പോൾ ഇതല്ലേ ഉണ്ടായത്. സ്കൂളിൽ നിന്ന് പുറത്തായില്ലല്ലോ എന്ന് സമാധാനിക്കാം. നിനക്കതൊന്നും പ്രശ്നമില്ല. സ്റ്റഡീസിന് സൈറ്റിലൊക്കെ പോയി പഠിക്കാൻ സാധിക്കും. പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല. എനിക്കിത് വിളിച്ചു പറയാമായിരുന്നില്ലേ. എൻ്റെ മുന്നിൽ ഇനി ഇൻസ്റ്റൻ്റായി നിൽക്കണ്ട പറഞ്ഞു പോകുമ്പോൾ എൽഡിങ്ങിന് ശരിക്കും ദേഷ്യം വരുന്നു. സ്കൂളിൽ നിന്ന് നേരെ യുനാനി പോകുന്നത് മജീഷ്യൻ്റെ അടുത്തേക്കാണ്. മെയിൽ ബോക്സ് തുറന്ന് തിരിച്ചു പോകുന്ന ഇവളോട് മാജിക് ക്ലാസ് ഉണ്ട്, നീ എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ മാജിക് പഠിക്കുന്നത് നിർത്താണ്. ചെന്നിരിക്കുമ്പോൾ മാജിക് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, ഓവർ ടൈം ജോലി കിട്ടിയിട്ടുണ്ട്, പിന്നെ ഈ മാജിക് പഠിച്ചിട്ട് എന്തിനാ, കുറച്ച് ടൈം ഹാപ്പി ആയിരിക്കാം, ഇത്രയുള്ളൂ പറയുന്ന യുനാനിയോട്. കുറച്ച് ടൈമെങ്കിലും ഹാപ്പി ആയിരിക്കുമല്ലോ എന്ന് റിയോൾ പറയുന്നു. ഇവളാണെങ്കിൽ, ഞാൻ സാറിനോട് ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ, സാറിന് എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ മാജിക് ഉപയോഗിച്ചിട്ട് മാറ്റാൻ കഴിയുമോ, അല്ലെങ്കിൽ 10 വർഷം എന്നോട്ട് ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഇവളോട് ചെയ്യാം എന്ന് ഇവൻ പറയുന്നുണ്ടെങ്കിലും ഇവൻ ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ സാറിന് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാൻ പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇവൾ കുറച്ച് കാർഡ്സ് കൊടുക്കുന്നു. ഞാൻ ആദ്യം മാജിക് പഠിച്ചത് ഇതിലാണ്, ഇത് എൻ്റെ ഗിഫ്റ്റാണ് എന്ന് പറയുന്നു. എന്നാൽ ഇവൻ്റെ കയ്യിൽ ബ്ലഡ് കാണുന്ന യുനാനി ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തുന്ന എൽഡിങ് കാണുന്നത് രാവിലത്തെ ഇൻസിഡന്റിനെ പറ്റി അമ്മ ഫോണിൽ സംസാരിക്കുന്നതാണ്. ആ പെൺകുട്ടി വല്ലതും വിളിച്ചു പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഭാഗ്യത്തിന് അതുണ്ടായില്ല. അവൾക്ക് എന്തായാലും ബുദ്ധിയുണ്ട്. എൽഡിങ് ഇതൊന്നും ശ്രദ്ധിക്കാതെ റൂമിലെത്തുമ്പോൾ അവൻ്റെ മാജിക് വസ്തുക്കളെല്ലാം കളയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് കാണുന്നു. അമ്മയാണെങ്കിൽ, ഞാൻ ഇത് നീ വന്നിട്ട് കളയാം എന്നാ വിചാരിച്ച്, കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ കളയാൻ ഇവൻ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷനെ തന്നിട്ടുള്ളൂ എന്ന് ഇവൻ പറയുന്നത് കേട്ട് അമ്മ ചൂടാവുന്നുണ്ട്. നീ നന്നായി പഠിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. സ്വപ്നം കാണാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ അത് നേടാൻ എളുപ്പമല്ല എന്ന് പറയുന്ന അമ്മയോട് സ്കൂളിൽ ചേരണമെന്നും പ്രോസിക്യൂട്ടറോ ജഡ്ജോ ആവണമെന്നോ എൻ്റെ ആഗ്രഹമല്ലല്ലോ, അച്ഛൻ്റെ അല്ലേ എന്ന് ഇവൻ ചോദിക്കുന്നു. നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി എൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ എതിർത്ത് സംസാരിക്കുന്ന മകനെ കണ്ട് അമ്മ ഷോക്കാവുന്നു. ഇതേ സമയം തലതെറിച്ച ഹന മജീഷ്യൻ്റെ വീട്ടിലെത്തി ആ ക്യാമറ എടുക്കുന്നതും ആവശ്യമില്ലാതെ ആ താത്തനെ ചൊറിയാൻ നോക്കുമ്പോൾ കള്ളത്തി എന്ന് ഉറക്കെ പറഞ്ഞു വിളിക്കുന്നത് കേട്ട് ഇവൾ വേഗം അവിടെ നിന്ന് പേടിച്ചോടുന്നു. അന്ന് നൈറ്റിൽ പണി കഴിഞ്ഞ് എത്തുന്ന യുനാനി അനിയത്തിനെ അന്വേഷിക്കുമ്പോൾ അവൾ അവിടെയൊന്നും ഉണ്ടാവില്ല. പെട്ടെന്നാണ് ഇന്നലെ അച്ഛനോട് ചൂടായി അനിയത്തിനെ കൊണ്ടുപോകാൻ പറഞ്ഞത് ഇവൾ ഓർക്കുന്നത്. ഇത് കേട്ട് അനിയത്തി പോയോ എന്ന് ഇവൾ ടെൻഷൻ അടിക്കുന്നു. അതേസമയം കോച്ചിങ് സെന്ററിൽ ഇരിക്കുന്ന എൽഡിങ് രാവിലത്തെ കാര്യങ്ങളും മജീഷ്യൻ പറഞ്ഞ പ്രഡിക്ഷനെ പറ്റി പറഞ്ഞതും തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ആ പേപ്പറൊക്കെ ചുരുട്ടിക്കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ഞാനാണെങ്കിൽ വഴിയിലൊക്കെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ അവൾക്ക് ഒരു കോൾ വരുന്നുണ്ട്. അതായത് അനിയത്തി വീട്ടിൽ ഒറ്റക്കായതുകൊണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയെന്നും വിളിച്ചുറങ്ങിപ്പോയത് കൊണ്ട് നാളെ കൊടുന്നാക്കാം എന്ന് പറയുന്നത് കേട്ട് ഇവൾക്ക് പകുതി ജീവൻ തിരിച്ചു കിട്ടുകയാണ്. അടുത്ത സീനിൽ ആ ഒരു ക്യാമറ കണക്ട് ചെയ്ത് ആ വീഡിയോ ഓപ്പൺ ചെയ്യുന്നു. നല്ല ഹാങ്ങിളിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവളാകെ ഷോക്കാവുകയാണ്. അതേസമയം യുനാനിയാണെങ്കിൽ അവളുടെ വിഷമങ്ങളൊക്കെ ആ മജീഷ്യൻ്റെ അടുത്ത് പറയാണ്. എന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയും ഇല്ല. അനിയത്തിയെ കാണാതെ ടെൻഷൻ അടിക്കുന്ന ഞാൻ നിങ്ങൾ പറഞ്ഞ ആ മന്ത്രം ചൊല്ലി പറഞ്ഞു എന്നാണ് ഇവൾ എന്ന് പറയുന്നു. മജീഷ്യനാണെങ്കിൽ, നിനക്ക് നിന്റെ ഫ്യൂച്ചർ കാണണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ കളിയാക്കി ചിരിച്ച് അവിടെ നിന്ന് പോവാൻ നോക്കുന്നു. അപ്പോൾ മജീഷ്യൻ, എൻ്റെ അച്ഛൻ ഇങ്ങനെ പോകുന്നത് നിനക്ക് ഇഷ്ടമില്ല അല്ലേ, നിന്നെ സമാധാനിപ്പിക്കണോ എന്ന് പറഞ്ഞ ആളെ കാണണോ എന്ന് ഇയാൾ ചോദിക്കുന്നു. എന്നിട്ട് അയാൾ മാജിക് ഉപയോഗിക്കുന്നു. അതായത് ഇവളെ സമാധാനിപ്പിക്കാൻ ഇവൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവൾ പറഞ്ഞത്.
അങ്ങനെ മാജിക്കിലൂടെ ഇവളെ ചെറുപ്പകാലത്തിലേക്ക് എത്തുന്നു. അവിടെ അവളെ ചെറുപ്പകാലത്തുള്ള അവളെ കാണുന്നുണ്ട്. അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്ന് ചോദിക്കുന്ന കുട്ടിയോട് ഇവൾ സംസാരിക്കുന്നു. ചെറുപ്പത്തിലുള്ള ഇവളെ തന്നെയാണ് ഇവൾ സമാധാനിപ്പിക്കുന്നത്. അതായത് അന്ന് ഇവളെ സമാധാനിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ബീച്ചിലേക്ക് കൊണ്ടുപോവാമെന്ന് അമ്മ വാക്ക് തന്നിട്ടുണ്ടല്ലേ. അങ്ങനെ ബീച്ചിലെത്തി കളിക്കുന്നതും ഒരു സോങ്ങിലൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ മാജിക്കിൽ നിന്ന് ഇവൾ ഉണരുന്നതും ഞാൻ എന്താ കണ്ടേ എന്ന് ചോദിക്കുന്ന ഇവളോട് ടൈം മാജിക്കാണ് എന്ന് മജീഷ്യൻ പറയുന്നത് കേട്ട് നിങ്ങൾ ശരിക്കും ആരാ എന്ന് ചോദിക്കുന്നു. അടുത്ത സീനിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ ബോൾ മാജിക് ഇവൾ ചെയ്തു നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്ന് നോട്ടീസ് കീറിയ സമയത്ത് റിയൂളിന്റെ ഫോട്ടേജ് ഫോണിൽ കാണിച്ചു കൊടുത്ത് ഇയാളെ പറ്റി എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കുന്നു. അത് കണ്ട് നെട്ടുന്ന ഇവള് നിങ്ങൾ എന്തിനാ ഇയാളെ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മർദ്ദക്കേസായി ബന്ധപ്പെട്ടതാണെന്ന് ഇയാൾ പറഞ്ഞത് കേട്ട് ഇവൾ അവിടെ നിന്ന് ഒന്നും പറയാതെ ഓടുന്നു. ക്ലാസ്സിൽ ഇത് ആലോചിച്ചിരിക്കുന്ന അവളുടെ അടുത്തേക്ക് ഹന എത്തുകയാണ്. നീ ഇപ്പോ തീം പാർക്കിലൊക്കെ പോകാറുണ്ടോ? ആ മജീഷ്യൻ എങ്ങനത്തെ ആളാണ്? എന്താണ് ആൾ അവിടെ ചെയ്യുന്നേ അറിയോ എന്ന് ഇവളോട് ചോദിക്കുമ്പോൾ ഞാനാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കാണ്. ഫ്രീ ടൈം കിട്ടുമ്പോൾ നീ ഇത് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് ആ പെൺഡ്രൈവ് യൂനാനിക്ക് ഹേന കൊടുക്കുന്നു. എന്താ ഇത് എന്ന് ചോദിക്കുന്ന എൽദിങ്ങിനോട് വേണമെങ്കിൽ ഇത് വാങ്ങിക്കും, ഞാൻ മനസ്സ് മാറിയാൽ ഇത് പോലീസിന് കൊടുക്കും. കാണുമ്പോൾ എന്തായാലും നിന്റെ സ്പോൺസറുടെ കൈ പിടിച്ച് കണ്ടാൽ മതി, അല്ലെങ്കിൽ പേടിക്കുമെന്ന് യൂനാനിയെ നോക്കി കളിയാക്കി പറയുന്നു. ആ പെൺഡ്രൈവ് വാങ്ങുന്നുമുണ്ട്. കമ്പ്യൂട്ടറിൽ ആ പെൺഡ്രൈവ് ഇട്ട് നോക്കുന്ന രണ്ടാളെ കാണിക്കുന്നുണ്ട്. അത് ഒന്ന് മജീഷ്യൻ ആയിരിക്കും. പരസ്പരം തല്ലുന്നതും മജീഷ്യൻ കത്തി കൊണ്ട് കുത്തുന്നതും കാണുന്നു. ഇത് കണ്ട് രണ്ടാളും ഷോക്കാവുന്നുണ്ട്. കത്തി കൊണ്ട് മജീഷ്യൻ കുത്തുന്ന ആളുടെ ഫേസ് കാണിക്കുന്നില്ല. റിയൽ മജീഷ്യൻ ആണെന്ന് പറയുന്നത് കേട്ട് 4th എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു.